പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും അപൂർവമായി കണ്ടുവരുന്ന മനുഷ്യരുടെ രോഗാവസ്ഥകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, ലെഷ് നൈഹാൻ സിൻഡ്രോം. ഇത് ഒരു അപൂർവ പാരമ്പര്യ രോഗമാണ്. എക്സ് ക്രോമസോമിൽ സ്ഥിതി ചെയ്യുന്ന SPR21 ജീനിലെ മ്യൂട്ടേഷനുകൾ മൂലമാണ് ഈ കുറവ് സംഭവിക്കുന്നത്. 3,80,000 ജീവനുള്ള ജനനങ്ങളിൽ ഏകദേശം ഒരാൾക്ക് LNS ബാധിക്കുന്നു. ഇത് ശരീരത്തിലെ എല്ലാ ദ്രാവകങ്ങളിലും യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. നമ്പർ 9, ഫീൽഡ്സ് ഡിസീസ്. ലോകത്തെ ഏറ്റവും അപൂർവമായ മെഡിക്കൽ അവസ്ഥയായി കണക്കാക്കപ്പെടുന്ന ഒരു ന്യൂറോ മസ്കുലർ രോഗമാണ് ഇത്. വെൽഷ് സമ്മാന ഇരട്ടകളായ കാതറിൻ, ക്രിസ്റ്റി ഫീൽഡ്സ് എന്നിവരുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ രോഗം ക്രമേണ പുരോഗമിക്കുന്നതായി കാണപ്പെടുന്നു. നമ്പർ 8, RPI ഡെഫിഷ്യൻസി. ഐസോമൈറേസിലെ മ്യൂട്ടേഷനുകൾ മൂലമുണ്ടാകുന്ന വളരെ അപൂർവമായ ഒരു മനുഷ്യരോഗമാണ് ഇത്. രോഗികളുടെ തലച്ചോറിൽ ഉയർന്ന അളവിൽ പോളിയോളുകൾ കാണപ്പെടുന്ന ഈ രോഗത്തിന് നിലവിൽ ചികിത്സയോ രോഗനിർണയമോ ഇല്ല. നമ്പർ 7, ഗുഡ് പാസ്ചർ സിൻഡ്രോം. ശ്വാസകോശത്തിലെയും വൃക്കകളിലെയും ബേസ്മെന്റ് മെംബ്രോണിലെ ആന്റിബോഡികൾ ആക്രമിക്കുകയും ശ്വാസകോശത്തിൽ നിന്ന് രക്തസ്രാവം, വൃക്കപരാജയം എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് ഇത്. നമ്പർ 6, വെഗനർ ഗ്രാനുലോമോട്ടോസിസ്. ഗ്രാനുലോമുകളുടെ രൂപീകരണവും രക്തക്കുഴലുകളുടെ വീക്കവും ഉൾപ്പെടുന്ന ഒരു അപൂർവവും ദീർഘകാലവും വ്യവസ്ഥാപരവുമായ രോഗമാണ് ഇത്. ഇതൊരു സ്വയം രോഗപ്രതിരോധ രോഗവും വാസ്കുലൈറ്റിസിന്റെ ഒരു അപൂർവ രൂപവുമാണ്. ഇത് പല അവയവങ്ങളെയും ബാധിക്കുന്നു. നമ്പർ 5, പീഡിയാട്രിക് ബ്രൂട്ടൻ അഗാമഗ്ലോബുലിനിമിയ. ജീനിലെ ഒരു ജനിതക വൈകല്യം മൂലമുണ്ടാകുന്ന, പ്രധാനമായും ആൺകുട്ടികളെ ബാധിക്കുന്ന ഒരു അപൂർവവും പാരമ്പര്യമായി ലഭിച്ചതുമായ പ്രാഥമിക രോഗപ്രതിരോധ ശേഷി വൈകല്യമാണ് ഇത്. ഈ വൈകല്യം ചെവികളെയും ശ്വാസകോശത്തെയും വളരെയധികം ബാധിക്കുന്നു. നമ്പർ 5, അഗാമഗ്ലോബുലിനിമിയ. ജനിതക വൈകല്യമായ ഇത് ശരീരത്തിന്റെ അണുബാധയെ ചെറുക്കാനുള്ള കഴിവിനെ ബാധിക്കുന്നു. ഇത് ബി കോശവികസനത്തിൽ ഗുരുതരമായ തടസ്സത്തിനും സെറമിലെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉൽപാദനം കുറയുന്നതിനും കാരണമാകുന്നു. നമ്പർ 3, പീഡിയാട്രിക് സെബർബ് കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ബബിൾ ബോയ് ഡിസീസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഒരു അപൂർവവും ജീവന ഭീഷണിയുമായ ജനിതക വൈകല്യമാണ് ഇത്. രോഗപ്രതിരോധ കോശങ്ങളെ, പ്രത്യേകിച്ച് T കോശങ്ങളുടെയും B കോശങ്ങളുടെയും അഭാവവും വൈകല്യവും ഇതിൽ കണ്ടുവരുന്നു. നമ്പർ 2, ഫൈബ്രോഡിസ്പ്ലാസിയ ഓസിഫിക്കൻസ് പ്രോഗ്രസീവ. ഇതിനെ കല്ല് മനുഷ്യരോഗം എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നു. പുതിയ അസ്ഥിപേശികളെ മാറ്റി സ്ഥാപിച്ച് നിലവിലുള്ള അസ്ഥികൂടവുമായി ലയിക്കുമ്പോൾ ഈ അവസ്ഥ ഒടുവിൽ രോഗികളെ നിശ്ചലമാക്കി മാറ്റുന്നു. നമ്പർ 1, പ്രൊജീരിയ. ഒരൊറ്റ ജീൻ മ്യൂട്ടേഷൻ പ്രൊജീരിയയ്ക്ക് കാരണമാകുന്നു. വ്യക്തികളെ പതിവിലും വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടം രോഗങ്ങളാണ് ഇത്. പ്രായപൂർത്തിയാകുമ്പോൾ ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും മരണത്തിലേക്കും വരെ ഇത് നയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.